നമ്മൾ ഒരു നോമ്പുതുറ വിഭവമാണ്. ഈ നോമ്പുതുറ വിഭവത്തിന് ചിലതിന് പേരുണ്ടാവും, ചിലതിന് പേരുണ്ടാവില്ല അല്ലേ? അതായത് ഞങ്ങളുടെ സാക്സ് വെറൈറ്റീസിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നോമ്പുതുറയാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ യെസ്. ഇതിനെ ഗാർലിക് ചാവിസ് എന്നാ പറയുക. ഇതിപ്പോൾ സീസൺ അതിൻ്റെ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചാണ്, ചെറുതാക്കി പൊടിപൊടിയായിട്ട് അരിഞ്ഞാണത്. അതേ അളവിൽ തന്നെ വലിയ ഉള്ളി ഇതേപോലെ പൊടിപൊടിയായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് കുറച്ചും അതേപോലെ ബീൻസ് വളരെ കുറച്ചും. ഇത് മല്ലിയില ഒരു 2 പിടുത്താണുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവാണ്. നല്ല വെളിച്ചെണ്ണയിലുണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി അതിലേക്ക് ഇടുക. ഉള്ളി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് സ്വല്പം ഇടുക. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ശരിക്കും വേണ്ടി മിക്സ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ചതാണുള്ളത്. ഇതുപോലെ പച്ചമുളക് അരച്ചത് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്താണ്. അരച്ചാണ് ഇതിന് ഏറ്റവും ഉത്തമം. പിന്നെ ആ ക്യാരറ്റും സ്വല്പം ബീൻസ് കുറച്ച് കൂടുതലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇളക്കുക, ഒന്ന് ചൂടാകാൻ വെക്കുക. ആ സമയത്ത് നമുക്ക് 2 മുട്ട പൊട്ടിച്ച് അത് മിക്സ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് കുറച്ചൊരു സംഭവമുണ്ട്. നല്ലോണം ഇട്ട് മിക്സ് ചെയ്യുക, ശരിക്കും ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ അടുപ്പിലേക്ക് ഗരം മസാല ഒരു 1/4 സ്പൂൺ ഇടുക, ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 സ്പൂൺ ഇടുക, കുരുമുളക് പൊടി 1 സ്പൂൺ ഇടുക. പിന്നെ എരിവിന് വേണമെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ കൂട്ടുക. ജസ്റ്റ് ഒന്ന് ഇളക്കുക എല്ലാതും കംപ്ലീറ്റ്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും തീരെ ഉപയോഗിക്കരുത്, ഇതിന് ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമ്മൾ ഇതിൻ്റെ ഇല ഗാർലിക് ചൈസിൻ്റെ തണ്ട് ഇതേപോലെ അതിലേക്ക് ഇടുക. ഇതിപ്പോൾ ഇതിൻ്റെ സീസണാണ്, നല്ലൊരു ടേസ്റ്റാണിത്. അങ്ങനെ വാടി വരുന്ന സമയത്ത് ഒരു അരിപ്പ പോലത്തെ അതിലേക്ക് നമ്മൾ കോഴിമുട്ട പൊട്ടിച്ചിട്ടില്ല, അത് അതിലേക്ക് തന്നെ ഇടുക. അപ്പോൾ എന്താ വെച്ചാൽ അതിങ്ങനെ നല്ല സിംഗിളായിട്ട് അങ്ങനെ പോകും. മറ്റേ ഒന്നിച്ചാക്കി കഴിഞ്ഞാൽ അതൊരു വേറൊരു മോഡലാണ് വരിക. ഇതിങ്ങനെ നല്ലൊരു സ്പെഷ്യൽ ടൈപ്പിൽ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ബാക്കി നമ്മുടെ പാത്രത്തിലുള്ളതൊക്കെ ശരിക്കും ഒന്ന് വടിച്ചിട്ട് അതിലേക്ക് ഇടുക. പിന്നെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് സംഭവം ഇത് ശരിയാവും. ഒന്ന് ചൂടായി വന്നാൽ മതി. ചൂടായി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മല്ലിയില അതിലേക്ക് ഇടുക. ജസ്റ്റ് ഓഫാക്കുക. ഒന്ന് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്യുക. ഉപ്പുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് നമുക്കിനി ചൂടാറാൻ വെക്കണം. അപ്പോൾ അത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഈ മസാല കംപ്ലീറ്റ് എടുത്ത് വെക്കണം. ഇത് ബാക്കിയായാലും നമുക്ക് കുഴപ്പമില്ല, അത് ഫ്രീസറിൽ വെച്ചാൽ മതി, യാതൊരു കേടും സംഭവിക്കില്ല. ഇതിന് വേണമെങ്കിൽ ചിക്കനോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം. ഇനി ഞാൻ ഇതിൻ്റെ സ്വിറ്റ്സിൻ്റെ ഈ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പുള്ളതുണ്ട്, സ്പ്രിംഗ് റോള്. അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഫ്രീസറിൽ വെക്കണം നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ. പിന്നെ ഉപയോഗിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ പുറത്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊളിച്ചിങ്ങനെ കിട്ടും, കേട് വരാതെ ഉണ്ടാവും. ഇതിൻ്റെ 2 സൈസുണ്ട്. ഇതൊരു ചെറിയ സൈസാണ്, ഇതിൻ്റെ വലിയ സൈസുണ്ട്. ഇതാണ് ഒരു നോർമൽ സൈസ്, കുഴപ്പമില്ലാത്തൊരു സൈസാണ്. അപ്പോൾ ഇതിന് ചുറ്റുന്ന ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വെക്കുക. ഇത് ആംഗിൾ ടൈപ്പിലാണ് ചുറ്റുക. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു പശ ഉണ്ടാക്കണം. ഞാൻ സ്വല്പം മൈദപ്പൊടിയിൽ അധികം ലൂസാവുകയും ചെയ്യരുത്, അധികം കട്ടിയാവുകയും ചെയ്യരുത്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത് പാത്രം കുറച്ച് ചെറുതായി പോയിക്കുന്നുണ്ട്. ശരിക്കും കൊണ്ട് മിക്സ് ചെയ്യുക. ഇത് അധികം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി നമുക്ക്. ഇതിന് ജസ്റ്റ് എൻ്റെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു കോർണർ സ്വല്പം ഉണ്ട് മടക്കുക. എന്നിട്ട് നമ്മുടെ മസാല ഒരു ടേബിൾ സ്പൂൺ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ആക്കുക. അധികം ഓവറായിട്ട് ഇടരുത്. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ട് എൻ്റെ കൈയിൻ്റെ ഷേപ്പ് ഇടുക. ഇങ്ങനെ ഇതേപോലെ പിടിക്കുക. ജസ്റ്റ് ഒന്ന് ചുരുട്ടുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ഒന്ന് ഇങ്ങനെ മടക്കുക, റൈറ്റ് സൈഡ് ഒന്ന് മടക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാതിരിക്കാനാണ്. എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ ശരിക്കും ഇതേപോലെ തേക്കുക. ഞാൻ ഇതിനെ തേച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ടൈറ്റാക്കിയിട്ട് ഇട്ട് ചുരുട്ടുക. ഇപ്പം സംഭവം സൂപ്പറായിക്കുന്നു ഇങ്ങനെ. അപ്പോൾ 2 ഭാഗവും എണ്ണ കയറില്ല, ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആക്കി വെച്ചതാണ്. എന്നിട്ട് നല്ലോണം എണ്ണ ചൂടാക്കണം. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ചൂട് കുറക്കണം. ചില ലീഫിൻ്റെ എൻഡ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊളിഞ്ഞു വരും. ഇതിൻ്റെ ഒന്നിൻ്റെ പൊട്ടിപ്പോയിക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ചാൽ പൊട്ടിയതൊക്കെ നമുക്ക് മസാലയൊക്കെ ആദ്യം തന്നെ കോരിയെടുക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി വേണമെങ്കിൽ ചിക്കനും ഇതേപോലെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.